സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ ബംഗളൂരുവിൽ മലയാളി അറസ്റ്റിൽ. തിരുവനന്തപുരം സ്വദേശി ആർ സുരേഷ് കുമാറാണ് അറസ്റ്റിലായത്. കണ്ണൂർ സ്വദേശിയായ യുവതിയിൽ നിന്ന് 6,13,000 തട്ടിയ ശേഷം മുങ്ങുകയായിരുന്നു. മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങളുമായി. റഹീസ്, ഈ സുരേഷിന് സിനിമയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഗോകുൽ, ഇയാൾക്ക് സിനിമയുമായി സത്യത്തിൽ പ്രത്യക്ഷത്തിൽ വലിയ ബന്ധമൊന്നുമില്ല. പക്ഷെ ചില സിനിമാക്കാരുമായി ബന്ധമുണ്ട്. അവരെ ഇടയ്ക്ക് ഫോൺ ചെയ്യാനും ഇയാൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ യുവതിയുടെ മുന്നിൽ വെച്ച്. അതുകൊണ്ടാണ് യുവതി തട്ടിപ്പിനിരയായത്. കണ്ണൂർ സ്വദേശിയായ യുവതിയാണ് പരാതി നൽകിയിരിക്കുന്നത്. നേരത്തെ ഇവർ കണ്ണൂരിലുള്ള ഒരു ബേക്കറിയിൽ ബില്ലിംഗ് സെക്ഷനിൽ ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ അവിടെ ശമ്പളം വളരെ കുറവായതിനാൽ ഇവർ OLX വഴി മറ്റൊരു തൊഴിൽ തേടി. അങ്ങനെ OLX-ൽ ആണ് ഇത്തരത്തിലൊരു പരസ്യം കണ്ടത്. ഈ സിനിമയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് അപേക്ഷിക്കേണ്ടവർക്ക് അപേക്ഷിക്കാമെന്ന തരത്തിലൊരു പരസ്യം കണ്ടു. അതിൽ ഒറ്റ മൊബൈൽ നമ്പർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് സുരേഷിന്റേതാണ്. ശേഷം ഈ യുവതി സുരേഷിനെ വിളിക്കുന്നു. അപ്പോഴാണ് ഒരുപാട് ഡിമാൻഡ് ഉള്ള ജോലിയാണ്, സിനിമാ താരങ്ങളെയൊക്കെ നേരിട്ട് കാണാൻ പറ്റുന്ന, അവർക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന തൊഴിലാണ്. അതുകൊണ്ട് തന്നെ 7 ലക്ഷം രൂപ വേണമെന്ന് ഇയാൾ യുവതിയോട് ആവശ്യപ്പെട്ടു. ശേഷം 6,13,000 രൂപ ഈ യുവതി പല തവണയായി സുരേഷിന്റെ അക്കൗണ്ടിലേക്ക് നൽകി. അവസാനം പണം നൽകിയതിനു ശേഷം ഇയാളുടെ ഫോണിൽ പലതവണ ബന്ധപ്പെട്ടിട്ടും ഇയാൾ ഫോൺ എടുത്തില്ല. മറിച്ച് ഇയാളെ നേരിട്ട് കാണാൻ ശ്രമിച്ചു. തിരുവനന്തപുരത്താണ് വീട് എന്ന ഒറ്റ സൂചന മാത്രമായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇയാളെ വിളിക്കാൻ ശ്രമിക്കുന്നു. അതൊന്നും സാധിക്കാതെ വന്നതോടെയാണ് യുവതി പോലീസിൽ പരാതി നൽകുന്നത്. ഒടുവിൽ നീണ്ടനാൾ പോലീസ് നടത്തിയ അന്വേഷണത്തിന് ശേഷമാണ് കോയമ്പത്തൂർ പോലീസ് ഇയാളെ ബംഗളൂരുവിലെ ഹോട്ടലിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. കോയമ്പത്തൂർ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇയാൾ പല സ്ത്രീകളിൽ നിന്നും ഇത്തരത്തിൽ പണം തട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇയാളുടെ കയ്യിൽ നിന്നും ഫോണുകളും ATM കാർഡും ചെക്ക് ബുക്കുകളും അടക്കം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഗൂഗിൾ. ശരി റഹീസ്, ഏതായാലും സുരേഷ് പിടിയിലായിരിക്കുന്നു. എത്ര പേരെടുത്താണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത്? സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് എത്ര ലക്ഷങ്ങളാണ് തട്ടിയെടുത്തതെന്നുള്ള കണക്കുകൾ ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു.